ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതെന്താണെന്നറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പം ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നൊരു മാങ്ങയിട്ട് വെക്കുന്ന ബ്രാൽ മീനിൻ്റെ റെസിപ്പിയാണ്. ഇതിനായി ഏകദേശം നമ്മൾ 3/4 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. മീൻ കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ അരിഞ്ഞെടുക്കാം. ഈ വലുപ്പത്തിലാണ് ഞങ്ങളിവിടെ മാങ്ങ കട്ട് ചെയ്തിരിക്കുന്നത്. മാങ്ങ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് വേപ്പിലയും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതരിഞ്ഞെടുക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് അരിഞ്ഞെടുത്തത് മീനിലേക്ക് ചേർക്കാം. വരാലിനെയാണ് കേട്ടോ ബ്രാൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും സുഖമല്ലേ? ഇതൊരു ടേസ്റ്റി റെസിപ്പിയാണ്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ വീഡിയോസ് കാണാറുണ്ടോ? ഇനി ഇത് മിക്സ് ചെയ്യൂ. മിക്സ് ചെയ്തതിന് ശേഷം 15 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്തിനുള്ളിൽ നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായി നമുക്കൊരു മിക്സി ജാറിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 3.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ 1/2 കപ്പ് തേങ്ങയും കുറച്ച് വെള്ളവും ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മളിവിടെ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മുളക് പൊടിയുടെ അളവ് കുറച്ചത്. മുളകിൻ്റെ എരിവനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അരപ്പ് മീനിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. മിക്സി ജാർ കഴുകിയ വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇനി നമുക്ക് 2 കുടപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ കുടപ്പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മാങ്ങയ്ക്ക് പുളി കുറവായിരുന്നു. നമ്മളിവിടെ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറിയുടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മാങ്ങയും മീനുമെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ ഏകദേശം 1 കപ്പ് തേങ്ങയുടെ 1/4 പാലാണ് ചേർക്കുന്നത്. ഇനി കറിയുടെ ടേസ്റ്റ് കൂട്ടാനായി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഓപ്ഷണലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് തിള വരുമ്പോൾ അപ്പോൾ തന്നെ ഓഫ് ചെയ്യണം. അധികം തിളയ്ക്കാൻ സമ്മതിക്കരുത്. ഇനി നമുക്ക് കറി കാച്ചാം. അതിനായി 5 ഉള്ളിയും 1 കഷ്ണം ഇഞ്ചിയും അരിഞ്ഞെടുത്തതാണിത്. ഇനി നമുക്ക് ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പിലയും. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ബൈ സബ്സ്ക്രിപ്ഷൻ. ഇനി ഉള്ളി ഗോൾഡൻ കളറാകുമ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തവി ഉപയോഗിച്ച് ഉള്ളി കറിയുടെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്യുക. നല്ല ഭംഗിയില്ലേ കാണാൻ കറി? അതുപോലെ തന്നെ നല്ല രുചിയുമുണ്ട്. ഇതാണ് നമ്മൾ കറി വെച്ച ബ്രാൽക്കുട്ടന്മാർ. ഇനി ഇതിനെ കൊല്ലാനായിട്ടുള്ളൊരു ഈസി ടിപ്പ് പറഞ്ഞു തരാം. മീനിനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കെട്ടിയിട്ട് ഫ്രീസറിൽ 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ വയ്ക്കാം. പുറത്തെടുക്കുമ്പോൾ മീൻ ചത്തിയിട്ടുണ്ടാകും. ഇനി ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു ഈസി ടിപ്പാണ്. മീൻ മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൽ ഇരുമ്പമ്പുളി ചതച്ച് ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് മീനെ ഇട്ട് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് മീൻ ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടിപ്പിൽ നമുക്ക് മീൻ ഉരയ്ക്കേണ്ട ആവശ്യമില്ല. മീൻ നന്നായി ക്ലീൻ ആകും ചെയ്യും, വഴുവഴുപ്പും മാറും. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇതെന്താണെന്ന് മനസ്സിലായോ?